The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello children, welcome back to our social science class. അപ്പോൾ ഇന്ന് നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാക്കയുടെ ഒരു കഥ ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരു കാക്കയുണ്ടായിരുന്നു. ആ കാക്ക വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കാക്ക ചിന്തിക്കുകയാണ്, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, അല്ലെങ്കിൽ എന്നെ ആരും നോക്കുന്നില്ല. അങ്ങനെ കാക്ക ഒരു ദിവസം അരയന്നത്തെ കാണാനിടയായി. അപ്പോൾ അരയന്നത്തെ കണ്ടപ്പോൾ കാക്ക അരയന്നത്തോട് ചോദിച്ചു, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നല്ല വെളുത്ത നിറം, നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അരയന്നം പറഞ്ഞു, എന്നേക്കാളും ഭംഗിയുള്ളത് തത്തയാണ്. അപ്പോൾ കാക്ക തത്തയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, തത്തയെ നിന്നെ കാണാൻ എത്ര ഭംഗിയാണ്? അപ്പോൾ തത്ത പറഞ്ഞു, എന്നേക്കാളും ഭംഗി മയിലിനാണ്. അങ്ങനെ കാക്ക മയിലിനെ അന്വേഷിച്ച് കുറേ ദൂരം പറന്നു. അങ്ങനെ ഒരു കാഴ്ച ബംഗ്ലാവിൻ്റെ മുകളിലൂടെ പറന്നു. അപ്പോൾ മയിലിനെ കണ്ടു. അവിടെ കുറേ ആളുകൾ മയിലിനെ കാണാൻ വേണ്ടി കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാക്ക പെട്ടെന്ന് മയിലിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, എത്ര ആളുകളാണ് നിന്നെ കാണാൻ വരുന്നത്? അപ്പോൾ മയിൽ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇവിടെ നോക്കൂ, ഞാനും അതുപോലെ തന്നെ മറ്റ് പല പക്ഷികളും ഇവിടെ കൂട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണ് അല്ലേ, ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. നിൻ്റെ അവസ്ഥ അതാണോ? നിനക്ക് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ കൂട്ടിൽ നീ ഇവിടെ ഒന്ന് നോക്കൂ, നിന്നെ പോലെയുള്ള ഒരു പക്ഷി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാക്ക ചിന്തിച്ചു, ശരിയാണ് അല്ലേ, എനിക്ക് സ്വതന്ത്രമായി പറന്ന് നടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവരുടെ സ്ഥിതി അതാണോ? അപ്പോൾ കാക്ക സ്വയം മനസ്സിലാക്കി, അതായത് ഭംഗിയിലല്ല കാര്യം, തൻ്റെ കഴിവിലും അതുപോലെ തന്നെ താൻ തന്നെ വിശ്വസിക്കുക. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, കുട്ടികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ അവർ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നന്നായി പഠിക്കുന്നു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളുണ്ട്, ആ കഴിവുകൾ വെച്ച് നിങ്ങൾ മുന്നേറണം. ഓക്കെ, എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഉയർന്ന വിജയം കൈവരിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ കാക്കയെ പോലെ ചിന്തിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് ഇന്നത്തെ ടീച്ചറുടെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗുണപാഠം എന്ന് പറയുന്നത്. ഓക്കെ children, in the previous class we learned about democracy, that is government of the people, by the people and for the people, about rights and laws, election procedures, etc. അല്ലേ, നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ടുഡേ let us learn about social economic justice. എന്താണ് സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്? സാമൂഹ്യ സാമ്പത്തിക നീതി. ഓക്കെ, we learned that democracy is the form of government where people elect their representatives and these representatives rule for these peoples. അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, democracy ensures the participation of people. Democracy give more importance to people. Democracy becomes meaningful when all are equal. Isn't it? അല്ലേ, ഡെമോക്രസി എപ്പോഴാണ് മീനിങ്ഫുൾ ആവുന്നത്? all are equal. Okay, democracy ensures the participation of people.
Democracy becomes meaningful when all are equal. Social and economic justice means ensuring equal treatment for all by minimizing social and economic inequalities. അതായത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ഇല്ലാതാക്കുക, അതാണ് എന്തിൻ്റെ ഉദ്ദേശം? ഡെമോക്രസി. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദിസ്. അപ്പോൾ ഇതും ഈ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. ഏതാ ഉൾപ്പെടുന്നത്? സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസ്. ഓക്കെ, there are certain social conditions that violate social and economic justice. They are slavery, gender discrimination, unemployment and poverty. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സ്ലേവറി. സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടിമത്തം. ഓക്കെ, അതായത് സ്ലേവ്സിനെ പോലെ ജോലി ചെയ്യിപ്പിക്കുക. ഓക്കെ, there existed the system slavery where people were sold for money. These slaves were forced to do work as animals for their masters. This system was abolished by Abraham Lincoln of America. അപ്പോൾ ഈ സിസ്റ്റം കൂടുതലായിട്ട് അമേരിക്കയിൽ ഭാഗങ്ങളിലൊക്കെയാണ്, സൗത്ത് ആഫ്രിക്ക അവിടെയൊക്കെയാണ് നിലനിന്നിരുന്നത്. അതായത് സ്ലേവറി സിസ്റ്റം നിർത്തലാക്കുക, അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആളാണ് ആര്? എബ്രഹാം ലിങ്കൻ. അതായത് അനിമൽസിനെ പോലെ പണി ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ദിസ് ഡിസ്ക്രിമിനേഷൻ ഡിറൈവ്സ് ഓപ്പർച്യൂണിറ്റീസ്, privileges or rewards to a person. Women get less wages than men and even education denied to girls. അതായത് സ്ത്രീ പുരുഷ ഭേദം, അതായത് സ്ത്രീകൾക്ക് കുറവ് ശമ്പളം അല്ലെങ്കിൽ വേജസ് കൊടുക്കുക, പുരുഷന്മാർക്ക് കൂട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ ജോലിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എന്താണ്? അതായത് ഇതിനു വേണ്ടിയിട്ടും നമ്മൾ ഈ ഡെമോക്രസിയിൽ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സ്ലേവറി, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. Unemployment is another factor that violate social and economic justice. Individuals who are employable and seeking a job unable to find a job. അതായത് ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും അവർക്കൊരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ വരും, തൊഴിലില്ലാതെ നിൽക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോവർട്ടി. പോവർട്ടി പറഞ്ഞാൽ ദാരിദ്ര്യം. ഓക്കെ, ഡ്യൂ ടു അൺഎംപ്ലോയ്മെൻറ്റ് ദെയർ ഹാപ്പൻസ് പോവർട്ടി. It is actually a state in which a person or community lacks money and essentials for minimum standard of living. അതായത് ഇതൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പൈസ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്? പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് മിനിമം അവർക്ക് വേണ്ട എന്താ പറയുക പൈസ അല്ലെങ്കിൽ മണി അവർക്ക് ഇല്ലാതെ വരുന്ന അവസ്ഥ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ താഴേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? പോവർട്ടി. ഓക്കെ, നൗ let us learn the role of mass media play a vital role in influencing Now let us learn the role of mass media. Mass media play a important role in the mass media plays important role in this democracy. അതായത് ഈ ഡെമോക്രസിയിൽ മാസ് മീഡിയയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വാട്ട് ഈസ് ദിസ് മാസ് മീഡിയ? മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് മീഡിയ മീൻസ്
technology that is intended to reach a mass. A mass means a large number, a mass audience. Medias and newspaper, magazines, radios, TV and the internet. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മാസ് മീഡിയാസ് എന്ന് പറയുന്നത്. അതായത് ന്യൂസ് പേപ്പർ, റേഡിയോ, ടി വി, ഇൻ്റർനെറ്റ്. ഓക്കെ, ദ മാസ് മീഡിയ ഈസ് എ മേജർ മീൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഇൻഫോമിംഗ് ദ പബ്ലിക് എബൌട്ട് ഇവൻറ്റ്സ് ഹാപ്പൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ മാസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അവരുടെ പ്രധാന പങ്ക് എന്ന് പറയുന്നത്. അല്ലേ, നമുക്കറിയാം ടെലിവിഷനിലൊക്കെ ന്യൂസ് ചാനൽ അല്ലേ, ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേഡ് ബൈ മാസ് മീഡിയ. ഓക്കെ, the media play an important role to familiarize the public with individual opinions and to bring common demands for the government's attention. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാസ് മീഡിയ ഇത്തരം റോളുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, the media also informing the public of the decisions of the government. ഇനി ഈ മീഡിയയിലൂടെയാണ് ജനങ്ങൾക്കും വിവരങ്ങൾ ലഭിക്കുന്നത്. എന്ത് വിവരം? ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ്, ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഓപ്പോസിഷൻ. ദാറ്റ് ഈസ് ഓപ്പോസിഷൻ. എന്താ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രതിപക്ഷം അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇലക്ഷൻസ് ക്രിയേറ്റ്സ് ബോത്ത് റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടീസ്. അപ്പോൾ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു പാർട്ടി ജയിക്കും അല്ലേ, ദാറ്റ് ഈസ് റൂളിംഗ് പാർട്ടി. അപ്പോൾ മറ്റേ പാർട്ടി എന്തായിരിക്കും? ഓപ്പോസിഷൻ പാർട്ടീസ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓപ്പോസിഷൻ ടു പെർസ്വേഡ് ദ ഗവൺമെൻറ് ടു ഫങ്ഷൻ ബെറ്റർ ബൈ പോയിൻറ്റിംഗ് ഔട്ട് ദ റോങ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഇനി ഓപ്പോസിഷൻ പാർട്ടിയുടെ റോൾ എന്താ? അവരെന്താ ചെയ്യുന്നത്? അവർ ഈ റൂളിംഗ് പാർട്ടിയെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവർ ചെയ്യുന്ന തെറ്റുകൾ, അതുപോലെ അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഫോൾട്ടൊക്കെ ഇവർ കണ്ടുപിടിച്ച് അത് ചൂണ്ടിക്കാണിക്കുക. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ദീസ് ഓപ്പോസിഷൻ പാർട്ടീസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ. ഓക്കെ, ദെൻ ഇലക്ഷൻ, റൂൾ ഓഫ് ലോ, റൈറ്റ്സ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, മാസ് മീഡിയ ആൻഡ് ഓപ്പോസിഷൻ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് സസ്റ്റെയിൻ ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ the most important factors are, first one is election, then next one rule of law, then rights, social and economic justice, mass media and opposition. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഡെമോക്രസിയിലൂടെ എങ്ങനെയാണ് ഒരു ലൈഫ്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഓക്കെ, ആൻ ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു എഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ വെൻ വി ആർ ഏബിൾ ടു ഫോം കളക്റ്റീവ് ഡിസിഷൻസ്. ഡെമോക്രസി എന്ന് പറയുന്നത് മീനിങ്ഫുൾ ആവണമെങ്കിൽ എന്ത് വേണം? കളക്റ്റീവ് ഡിസിഷൻസ് ഉണ്ടായിരിക്കണം. കളക്റ്റീവ് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ഓക്കെ, വി ഷുഡ് ബി ഏബിൾ ടു അഡോപ്റ്റ് എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് അറ്റ് ഹോം, ഇൻ സ്കൂൾ ആൻഡ് ഇൻ സൊസൈറ്റി. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മാത്രം ഉള്ളതല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് മാത്രം ഉള്ളതല്ല. ദാറ്റ് ഈസ് ഇൻ അവർ ഫാമിലി, സ്കൂൾ ആൻഡ് ഇൻ സൊസൈറ്റി. നമ്മുടെ ഫാമിലിയിലും ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അതിൽ യെസ് ഓർ നോ 2 കോളം തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നത്, യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതുക, നോ ആണെങ്കിൽ നോ ടിക്ക്, യെസ് ആണെങ്കിൽ ടിക്ക് ചെയ്യുക, നോ ആണെങ്കിൽ അത് റോങ് ഇടാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫാണോ ഫോളോ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഫാമിലിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മൾ ഡെമോക്രാറ്റിക് റൂൾസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മാനേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഇൻ അവർ സൊസൈറ്റി ഓൾസോ. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും എന്ത് വേണം? ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ആ പിക്ചർ ഒന്ന് നോക്കുക. ഓക്കെ, ഫ്രം ദാറ്റ് പിക്ചർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതിലെന്താണ് കാണുന്നത്? യെസ്, അത് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ വാഹനം, ആ ഡ്രൈവർ എന്താ ചെയ്യുന്നത്? ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് എന്താണത്? ഒരു എന്താ പറയുക, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫിന് എതിരായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് വേ ഓഫ് ബിഹേവിയർ അല്ലേ. അതൊരു ഡെമോക്രാറ്റിക് ബിഹേവിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ, റൂൾസ് ആണെങ്കിലും റൈറ്റ്സ് ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് ദ വേ ഓഫ് ഡെമോക്രാറ്റിക് ലൈഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് വൺ അൺഡെമോക്രാറ്റിക് ആക്ടിവിറ്റി. അതെന്താണ്? അൺഡെമോക്രാറ്റിക് ആക്ടിവിറ്റി ആണ്. ബിക്കോസ് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് അൺഡെമോക്രാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കുക. അതുപോലെ ക്ലാസ്സുകൾ 2-3 പ്രാവശ്യം കാണുക. ടീച്ചർ അയച്ചു തരുന്ന നോട്ട്സ് കറക്റ്റായിട്ട് എഴുതുക, അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.